Hello friends, this is Milan and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു വിജിറ്റിനെ പറ്റിയാണ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് നോക്കിയറിയാം കസ്റ്റമൈസ് ചെയ്തേക്കുവാണ് നമ്മുടെ ഈ ഒരു ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വിജിറ്റുകൾ അല്ലെങ്കിൽ ആപ്പുകൾ ഏതൊക്കെയാണെന്നാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ തുറന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനും വീഡിയോസിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ എനേബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആപ്പിൾ മലയാളം ഒഫീഷ്യൽ എന്നാണ്. അത് ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം. ലിങ്ക് ഇസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഫ്രണ്ട്സ് ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ ഹോം സ്ക്രീനിൽ നോക്കുവാണെങ്കിൽ എൻ്റയർ ലേഔട്ട് മാറിയാണ് കിടക്കുന്നത്. അതായത് ഞാൻ ഇതിനകത്ത് എനിക്കിഷ്ടമുള്ള രീതിയിലാണ് ഞാൻ സെറ്റപ്പ് ചെയ്യുന്നത്. ചിലവർക്ക് ഇത് ഇഷ്ടപ്പെടാം, ചിലവർക്ക് ഇത് ഇഷ്ടപ്പെടാതിരിക്കാം. അപ്പോൾ ഇതെൻ്റെ ഒരു പേഴ്സണൽ ടേസ്റ്റിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒറിജിനൽ ഐക്കൺസ് തന്നെ നിലനിർത്തിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വിജിറ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ലേഔട്ടും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഹോം സ്ക്രീനിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വിജിറ്റുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഏറ്റവും ആദ്യമുള്ള വിജിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോ വിജിറ്റ് എന്ന് പറയുന്ന വിജിറ്റാണ്. അപ്പോൾ ഇതിൽ പരിചയപ്പെടുത്തുന്ന എല്ലാ ആപ്പിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിൽ ചിലതൊക്കെ പെയ്ഡാണ്, ചിലതൊക്കെ ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട്. പക്ഷേ നിങ്ങൾക്ക് പെയ്ഡ് വെർത്താണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പേ ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ളതും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ മിക്ക ആപ്സും ഫ്രീ ആണ്. പക്ഷേ അതിൽ ചില ഫീച്ചേഴ്സൊക്കെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ടി വരും. അതാണ് അതിനകത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മെയിലിൽ നിന്ന് തുടങ്ങാം. ഞാൻ ഈ ഒരു സൺഡേ എന്ന് പറഞ്ഞത് ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്താണ്, ഞാൻ തന്നെ എഡിറ്റ് ചെയ്താണ്. അപ്പോൾ അതും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വാൾപേപ്പർ പോലെ രീതിയിൽ നിങ്ങൾക്ക് എൻ്റെ ഒരു വാൾപേപ്പർ വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ലിങ്കിൽ കാണും. അതോടൊപ്പം തന്നെ ഇത് ക്രോപ്ഡ് വേർഷനാണ് ഈ ഒരു വിജിറ്റിനകത്ത് കിടക്കുന്നത്, അതും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ആ ലിങ്കിൽ കൂടെ കാണും. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഫോട്ടോ വിജിറ്റ് ഇത് ടാപ്പ് ചെയ്യുമ്പോൾ ഇതാണ് ഫോട്ടോ വിജിറ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും, ഒരു ആൽബം ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആൽബം ക്രിയേറ്റ് ചെയ്യുമ്പം ഈ ആൽബത്തിലേക്കാണ് നമ്മൾ ഈ ഫോട്ടോസ് ആഡ് ചെയ്യേണ്ടത്. അതിവിടെ ലോഡ് ന്യൂ ഫോട്ടോസ് എന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കൊടുക്കാമെന്നാണ്. ഞാൻ ഇപ്പം ജസ്റ്റ് ഈ ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ 2 ഇമേജ് വന്നു. അതേപോലെ തന്നെ ഇവിടെ സ്മോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിച്ചാൽ അതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിജിറ്റിൻ്റെ സൈസ് സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ മീഡിയം കൊടുത്തു. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ വിജിറ്റ് അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പിന്നെ മേളിൽ നമുക്കൊരു മാനേജ് എന്ന ഓപ്ഷനിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഡിലീറ്റ് ആൽബം കൊടുക്കുക, ഈ എൻ്റെ ആൽബം മൊത്തം പോകും. അതല്ല ഡിലീറ്റ് ഫോട്ടോ എന്നാണെങ്കിൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ മാത്രം ഡിലീറ്റ് ചെയ്ത് കളയാം. അതോടൊപ്പം തന്നെ ഞാനത് ഈ ഒരു വാൾപേപ്പർ ക്രിയേറ്റ് ചെയ്തപ്പം വിചാരിച്ചൊരു കാര്യമാണ്, ഈ ഒരു വിജിറ്റിനകത്ത് നമുക്ക് സ്ലൈഡ് ഷോ പോലെ ഇമേജുകൾ മാറ്റാം. അതായത് ഇതിപ്പോൾ നാളെ മൺഡേ ആകുമ്പോൾ നമുക്ക് മൺഡേ എന്നുള്ളത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിൽ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു വിജിറ്റിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ എഡിറ്റ് ഫോട്ടോ വിജിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ റീഫ്രഷ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ഇമേജസ് സെലക്ട് ചെയ്യുവാണെങ്കിൽ ഇപ്പം ഞാൻ മറ്റേ മൺഡേയും ട്യൂസ്ഡേയും ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങളിപ്പം ഈ ഒരു ഫോട്ടോയിനകത്ത് ലോഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കിവിടെ എല്ലാ വീക്കിലെ എല്ലാ ദിവസങ്ങളിലെയും ഫോട്ടോസ് ഇവിടെ കാണും. അപ്പോൾ നിങ്ങൾക്ക് ഈ സെറ്റ് ചെയ്ത ഇമേജിൻ്റെ റീഫ്രഷ് ഇൻ്റർവെൽ 1 ഡേ കൊടുക്കുവാണെങ്കിൽ ഒരു ദിവസം കഴിയുന്ന പിറ്റേ ദിവസം മൺഡേ ആകുമ്പം ഓട്ടോമാറ്റിക്കലി അത് ഇവിടെ മൺഡേ എന്ന് പറഞ്ഞ് കാണിച്ചോളും. അപ്പോൾ അത് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ. അതല്ല നിങ്ങൾക്കത് വർക്കാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈ ഒരു വിജിറ്റിനകത്ത് പോയിട്ട് ഈ ഒരു ഫോട്ടോ ഡിലീറ്റ് ചെയ്തതിന് ശേഷം പുതിയൊരു ഫോട്ടോ ആഡ് ചെയ്യാമെന്നാണ്. അതായത് ദിവസത്തെ ഫോട്ടോസ് ആഡ് ചെയ്യാമെന്നാണ്. രണ്ടാമത്തെ വിജിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂസേജ് എന്ന് പറയുന്ന ആപ്പാണ്. ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ ബാറ്ററി സ്റ്റാറ്റ്, അതേപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഡേറ്റ സ്റ്റാറ്റ്, വൈഫൈ സ്റ്റാറ്റ് അതെല്ലാം നമുക്കിവിടെ കാണിക്കും. പിന്നെയുള്ള ആപ്പ് എന്ന് പറയുന്നത് നമുക്ക് സോഷ്യൽ സ്റ്റാറ്റ് എന്ന് പറയുന്ന ആപ്പാണ്. ഈ ഒരു ആപ്പ് ആദ്യം നമുക്ക് കിട്ടുമ്പം ട്വിറ്റർ മാത്രമേ ഉള്ളൂ ഫ്രീ ആയിട്ടുള്ളൂ, ബാക്കി നമ്മൾ പേ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വലിയ ഫോളോവേഴ്സ് ഉള്ള പേജസ് ഒക്കെ ഉണ്ട്, അല്ല യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യുന്ന വർത്തായിരിക്കും. പിന്നെയുള്ള അടുത്ത ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ AmazTools എന്ന് പറയുന്ന ആപ്പാണ്. ഈ ഒരു ആപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇവിടെ കാണിക്കുന്ന സ്റ്റാറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് MI ബാൻഡ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാനിവിടെ MI ബാൻഡ് 4 ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ബാൻഡ് 4 3 5 ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ സ്റ്റാറ്റും, അതായത് നമ്മൾ ദിവസം എത്ര നടന്നു, അല്ലെങ്കിൽ കലോറി, അതിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഇവിടെ കിട്ടും. ഇനി അടുത്ത വിജിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററി ഗ്രാഫർ എന്ന് പറയുന്ന വിജിറ്റാണ്. ഇതൊരു അടിപൊളി സാധനമാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് പെയ്ഡ് ആയിട്ടുള്ളൊരു വിജിറ്റ് തന്നെയാണ്, പക്ഷേ നിങ്ങൾക്ക് വർത്തായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, എക്സാക്റ്റ് ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യം ഇൻഫർമേഷൻസ് അറിയാൻ സാധിക്കും. ഇനി അടുത്ത പേജിലേക്ക് നമ്മൾ പോകുമ്പം മറ്റു കുറേ വിജിറ്റ് ഇവിടെ ഉണ്ട്. അതിൽ ഈ ഒരു ഫസ്റ്റ് വിജിറ്റ് എന്ന് പറയുന്നത് സ്പാർക്ക് എന്ന് പറയുന്ന വിജിറ്റാണ്. അതായത് സ്പാർക്ക് എന്ന് പറയുന്ന മെയിലാണ്. ഇതാണ് സ്പാർക്ക് എന്ന് പറയുന്നത്. ആ ഒരു മെയിൽ ആപ്പിന് ഉള്ള വിജിറ്റാണിത്. പിന്നെയുള്ള നമുക്ക് വിജിറ്റ്സ്മിത്ത് എന്ന് പറയുന്ന ആപ്പാണ്. അതാണ് ആ ക്ലോക്കിൻ്റെ ചിഹ്നം കാണിക്കുന്നത്. ഇത് നല്ലൊരു വിജിറ്റ് ആപ്പാണ്.
ആപ്പാണ്. ഇതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറേ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ഇതിൽ നമുക്ക് 3 ഓപ്ഷൻസ് ആണുള്ളത്: സ്മോൾ, ലാർജ്, മീഡിയം. ഇതാണ് ഞാൻ ഏറ്റവും ആദ്യം ഹോം സ്ക്രീനിൽ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. ഹോം സ്ക്രീനിൽ സൺഡേ അതേപോലെ തന്നെ ഡേറ്റും കൂടെ കൊടുത്തേക്കുന്നത് October 12th എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് ഈ ഒരു വിജിറ്റ്സ്മിത്ത് ആപ്പാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഈ ഒരു മീഡിയം വിജിറ്റ് സെറ്റപ്പ് ആക്കുന്നത് കാണിച്ചു തരാം. ഈ ഒരു സെയിം പ്രൊസീജിയർ തന്നെയാണ് എല്ലാ വിജിറ്റുകൾക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ടൈം, ഡേറ്റ്, അതിനകത്ത് കലണ്ടേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കസ്റ്റം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെയാണ് നമുക്ക് ഫോട്ടോ സെലക്ട് ചെയ്യാം, ഫോട്ടോ ഇൻ ആൽബം സെലക്ട് ചെയ്യാം, അതേപോലെ തന്നെ ഫോട്ടോ വിത്ത് ഡേറ്റ് സെലക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ സെലക്ട് ചെയ്യുന്നത് ഫോട്ടോ വിത്ത് ഡേറ്റ് ആണ്. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫോണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട്, ഈ താഴത്തെ ഡേറ്റിന് കാണിക്കേണ്ട ഫോണ്ടിൻ്റെ ഓപ്ഷൻസാണ് ഇവിടെ വന്നേക്കുന്നത്. അതിന് ശേഷം നമുക്ക് കളർ ടിൻറ്റ്, അതായത് ആ ഫോണ്ടിന് വേണ്ട ടിൻറ്റ് ഏതാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ റെഡ് സെലക്ട് ചെയ്തു. പിന്നെ അലൈൻമെൻറ്റ്, അതിപ്പോൾ സൈഡിലാണോ നടുക്കാണോ ബോട്ടം മേളിലാണോ അങ്ങനെയൊക്കെ ഓപ്ഷൻസാണ് ഈ ഇതിലുള്ളത്. പിന്നെ ഉള്ളത് സെലക്ട് ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത കാര്യം തന്നെയാണ്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സേവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിപ്പം ഫസ്റ്റ് ഓപ്ഷനിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ആ കളർ ചേഞ്ച് ചെയ്തേക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഈ ഒരു വിജിറ്റ്സ്മിത്ത് എന്ന് പറയുന്ന ആപ്പ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഉള്ള വിജിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിളിൻ്റെ ആണ്. പിന്നെ അടുത്ത വിജിറ്റ് എന്ന് പറയുന്നത് നമുക്ക് വെതർ ലൈൻ എന്ന് പറയുന്ന വിജിറ്റാണ്. ഈ ഒരു വിജിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഉള്ള വെതർ വിജിറ്റിനേക്കാളും ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തരുന്ന ഒരു വിജിറ്റാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കി അറിയാം, ഞാൻ കോട്ടയം സൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് നമുക്കിവിടെ കൊടുക്കും. അതേപോലെ തന്നെ ഗ്രാഫൊക്കെ അടിപൊളിയാണ്. ആപ്പിൾ മേടിച്ച ഡാസ്കയുടെ API ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാം ഈ ആപ്സ് ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. നമുക്കറിയാം നമ്മുടെ iOSൽ നമുക്ക് എല്ലാ ആപ്സിനും ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഹോൾഡേഴ്സ് ഉണ്ട്. നമുക്ക് ആ പ്ലേസ് ഹോൾഡേഴ്സിൽ അല്ലാതെ വേറെ എങ്ങും ഈ ഒരു ആപ്പ് കൊണ്ട് നമുക്ക് ഇടാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നോക്കിയറിയാം, ഞാൻ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണ് ഇത്രയും സീംലെസ് ആയിട്ട് നിൽക്കുന്നത്. അല്ലാതെ നമുക്കിത് ഇത്രയും സീംലെസ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു സ്പേസിങ് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രാൻസ്പെറൻറ്റ് ആപ്പ് എന്ന് പറയുന്നൊരു വിജിറ്റ് ഉപയോഗിച്ചാണ്. ഇതാണ് ആപ്പ്. അപ്പോൾ ഇതിൽ എങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഈ ഐഫോണിൽ കാണിച്ചു തരാം. അതായിരിക്കും ഇച്ചിരി എളുപ്പം. കാരണം ഇതിൽ ഞാൻ ബ്ലാക്ക് ആണ് ഫുൾ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇത് വളരെ സിമ്പിളായിട്ട് തോന്നും. പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് തോന്നാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ആപ്പിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കാം. ചിലപ്പോൾ ഒരു ഫ്യൂച്ചർ അപ്ഡേറ്റിൽ ഫിക്സ് ചെയ്യുമായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയറിയാം, ഞാൻ ഈ ഒരു വാൾപേപ്പറിൻ്റെ രീതിയിലുള്ള കളറാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്കത് പെട്ടെന്ന് എടുത്ത് നിൽക്കുന്ന കാണാൻ സാധിക്കും. അപ്പോൾ അതൊരു ചെറിയൊരു ഫോൾട്ടാണ്. അപ്പം ഡാർക്കൻ കളേഴ്സാണ് നിങ്ങൾ വാൾപേപ്പറായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്ലേസ് ഹോൾഡർ വെച്ച് അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ ആഡ് സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഹോം സ്ക്രീനാണ് ആഡ് ചെയ്തത്. ഓക്കെ, ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നോക്കിയറിയാം ഐക്കൺസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നോർമൽ ലേ ഔട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഈ ഒരു ലേ ഔട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് ഭാഗത്തെ ഐക്കൺസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പം ഈ താഴത്തെ ഓറഞ്ച് ഐക്കൺ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളിത് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഹൗ ടു യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിന് സിറി ഷോർട്ട് കട്ടിൻ്റെ കൂടെ സഹായമുണ്ട്. അത് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഹൗ ടു യൂസിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പം നമുക്കിവിടെ കോപ്പി എംറ്റി നെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കാരണം അവിടെ പേരൊന്നും വരില്ല. അതിന് വേണ്ടിയാണ് ഈ കോപ്പി എംറ്റി നെയിം എന്നുള്ളതിൽ ടാപ്പ് ചെയ്യുക. അത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ സിറി ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്യുക. സിറി ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്കൊരു പ്ലസ് ഐക്കൺ ഉണ്ട്. അവിടെ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു 3 ഡോട്ടിൽ ടാപ്പ് ചെയ്യുക. 3 ഡോട്ടിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ആഡ് ടു ഹോം സ്ക്രീൻ എന്നുള്ള ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ പേര് വരും. ആ പേര് നമ്മൾ കളയണം. അതിനുവേണ്ടിയാണ് ആ MD നെയിം കോപ്പി ചെയ്തേക്കുന്നത്. അത് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ ആ MD നെയിം അവിടെ ഫില്ലായി. അതിനുശേഷം ഐക്കൺ നമ്മൾ സെലക്ട് ചെയ്യുക. ആദ്യം മുമ്പേ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഐക്കണാണ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തതിന് ശേഷം ആഡ് ടു ഹോം സ്ക്രീൻ. ഇപ്പോൾ ഹോം സ്ക്രീനിലേക്ക് ആഡായി. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഈ ഒരു ഓറഞ്ച് ഐക്കണാണ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തത്. അവിടെ ജിഗിൾ മോഡിൽ വന്നു കഴിയുമ്പം നമുക്ക് അപ്പുറത്തെ പേജിലേക്ക് പോകാം. ഞാനിവിടെ ഈ ഒരു മാപ്പിൻ്റെ അവിടെയാണ് അത് ആഡ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയറിയാം അവിടെ ഞാനത് ആഡ് ചെയ്തപ്പം അതവിടെ ഫില്ലായി. അപ്പം ഡാർക്കൻ കളേഴ്സ് ആണെങ്കിൽ വളരെ എളുപ്പം ഫില്ലാവും. ഇതുപോലുള്ള ലൈറ്റ് കളേഴ്സ് ഈ സൈഡിൽ വരുന്നതുകൊണ്ട് ആ ഒരു എനിക്ക് തോന്നുന്നു ചെറിയ എന്തോ ഒരു വ്യത്യാസമുണ്ട് ആ കളറിൽ. ഇവിടെ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റിയതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമുക്കിവിടെ ബ്ലാക്ക് വാൾപേപ്പേഴ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ അല്ലെങ്കിൽ സ്റ്റീംലെസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്ര എഫക്റ്റീവ് വന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്പേസുകൾ ഫില്ല് ചെയ്തേക്കുന്നത്. ഓൾറെഡി ഇതുപോലത്തെ ഡമ്മി ഐക്കൺസ് ഇതിൽ ആഡ് ചെയ്തിട്ട് നമ്മളങ്ങനെ ഫില്ല് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിജിറ്റ്സിനെ പറ്റിയുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതേപോലെ തന്നെ ഇനിയും വിജിറ്റ്സ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനും വീഡിയോസിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗെയിൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Till then, peace.